ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മustha. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ IAS, IPS, IFS തുടങ്ങിയ ലക്ഷ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോൾ മുതൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ പല സ്കൂൾ വിദ്യാർത്ഥികളായാലും കോളേജ് വിദ്യാർത്ഥികളായാലും ഡിഗ്രി കഴിഞ്ഞവരും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോൾ മുതൽ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഒരു 6 മാസം നമ്മുടെ മുന്നിലുള്ളൂ എങ്കിൽ ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് നേടാൻ പറ്റുമോ? അത്തരത്തിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും കുട്ടികൾക്കുള്ള ഒരു ഡൗട്ട്സ് എന്നുള്ള രീതി, അതിന്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ UPSC എക്സാം എന്ന് പറയുന്ന എല്ലാ വർഷവും എക്സാം നടക്കുന്നുണ്ട്. അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. എനി ഡിഗ്രി ജസ്റ്റ് പാസ് ഉണ്ടായാൽ മതി, ആർക്കും എക്സാം എഴുതാം. അപ്പൊ നമ്മളിപ്പം ഇതിന്റെ കൂടെ ഞാൻ പറയാണ് സന്ദർഭമായിട്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും തോന്നും, എനിക്ക് നേടാൻ പറ്റും, ഞാൻ വളരെ പഠിക്കാൻ വീക്കാണ്, എനിക്ക് അത്രത്തോളം പഠിച്ച് ഞാൻ സബ്ജക്ട്സിൽ മറ്റുള്ളവരെ പോലെ ഞാൻ എക്സ്പെർട്ട് അല്ല, പത്രം വായിക്കുന്ന ശീലമില്ല, ഇങ്ങനെയൊക്കെ നേടാൻ പറ്റുമെന്നുള്ള തോന്നുന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. ഓക്കെ, അവരൊന്നും ഡൗട്ട്സ് അടിക്കേണ്ട. ഏത് മേഖലയിൽ നിങ്ങളിപ്പോൾ ഏത് ഇത്ര വീക്കായിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ആഗ്രഹം ഉണ്ടോ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാണോ, നേടാൻ പറ്റുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുണ്ട്. ഈവൻ PV ഞാൻ IPS പോലത്തെ ആളുകളൊക്കെ SLC തോറ്റ് പിന്നെ പഠിച്ച് എടുത്ത് IPS ആയിട്ട് ആളാണ്. അപ്പൊ അത് പറ്റുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിൽ വിശ്വസിക്കുക. നിങ്ങളുടെ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടാവും, എനിക്ക് നേടാൻ പറ്റും, ഞാൻ പരിശ്രമിക്കും, കിട്ടുന്നത് വരെ ശ്രമിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി എന്ത് ചെയ്യാം, പഠിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റുന്നതാണ്. അപ്പൊ എപ്പോൾ മുതൽ പഠിക്കാമെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നിങ്ങളിപ്പോൾ ഏത് സ്റ്റാൻഡിലാണോ നിൽക്കുന്നത്, എവിടെയാണോ നിൽക്കുന്നത്, അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ പറയാൻ കാരണം, നമ്മളുടെ സ്കൂൾ വിദ്യാർത്ഥി ആണെങ്കിൽ സ്കൂൾ പഠനം മുതൽ തന്നെ ഇതിനു വേണ്ടി ചെറിയ രൂപത്തിൽ നമുക്ക് പഠിക്കാം മീൻസ് അതിന് വേണ്ടി നമുക്ക് തയ്യാറാവാം മാനസികമായിട്ടെങ്കിലും. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ +2 വിദ്യാർത്ഥിയാണെങ്കിലും അവിടെ നിന്ന് പഠിക്കാം, ഡിഗ്രി വിദ്യാർത്ഥി ആണെങ്കിലും ചെയ്യാം. പിന്നെ ഡിഗ്രി കഴിഞ്ഞ ആളുകളാണ്, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സമയം എന്ന് പറയുന്നത് ഡിഗ്രി മുതലാണ്. ഓക്കെ, അപ്പൊ ഡിഗ്രി മുതൽ, അത് കഴിഞ്ഞ ആളുകൾ എന്തായാലും അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഡിഗ്രി മുതൽ അല്ലെങ്കിൽ ഡിഗ്രീന്റെ മുന്നേ ഡിഗ്രിയോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഡിഗ്രി കൂടെ. ഡിഗ്രിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സബ്ജക്റ്റുകൾ അതിന്റെ സിലബസ് ബേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു സമയം ഡിഗ്രി മുതലാണ്. അതിന് മുന്നുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണെങ്കിലൊക്കെ ഏത് ക്ലാസ് മുതലേയും അവർക്ക് വേണ്ടി ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു തുടങ്ങാവുന്നതാണ്. തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ക്ലാസ് ആണെങ്കിൽ പത്രം വായന ശീലാക്കാം, മറ്റു പരന്ന വായന ശീലാക്കാം, GK പഠിക്കുന്ന ശീലാക്കാം. ഓക്കെ, അങ്ങനത്തെ റീഡിങ് റൈറ്റിംഗ് സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ന്യൂസ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ന്യൂസ് കേൾക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കൂൾ പഠനം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ IAS ജൂനിയർ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഡിഗ്രി മുതലാണ്. ഡിഗ്രി മുതൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ മുതൽ തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിന് NCERT മുതലും പ്ലസ് ന്യൂസ് പേപ്പർ റീഡിംഗ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലത്. പ്ലസ് അതിന്റെ കൂടെ ഫസ്റ്റ് ഇയറിന് സിലബസ് ബേസ് ചെയ്ത് GS സബ്ജക്റ്റ് പഠിക്കാം. ഇനി അതല്ലെങ്കിൽ സെക്കൻഡ് ഇയർ മുതൽ എന്ത് ചെയ്യാം, GS സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, തേർഡ് ഇയർ ആവുമ്പോൾ കംപ്ലീറ്റ് റിവിഷനും ഓപ്ഷൻ സബ്ജക്റ്റും ടെസ്റ്റുകളൊക്കെ ചെയ്ത് തേർഡ് ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ എക്സാം എഴുതി 21 വയസ്സിലാണ് നേടിയെടുത്ത ഒരുപാട് പേരുണ്ട്. 21 വയസ്സിൽ നേടിയെടുത്ത സത്യം ഗാന്ധിനെ പോലത്തെ ആളുകളൊക്കെ വളരെ കുറഞ്ഞ് 17ാം റാങ്കോ എന്തോ ആണ് അദ്ദേഹം വാങ്ങുന്നത് തോന്നുന്നുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ. ഡിഗ്രി കഴിഞ്ഞ 21 വയസ്സിൽ നേടിയ ആളാണ്. അപ്പൊ അത് 21 വയസ്സ് നേടണമെങ്കിൽ നിങ്ങൾ ഡിഗ്രീന്റെ കൂടെ പഠിക്കണം. അപ്പൊ ഡിഗ്രീന്റെ കൂടെ പഠിച്ചാലും വളരെ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡിഗ്രീന്റെ കൂടെ പഠിക്കണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, ഡിഗ്രി വിദ്യാർത്ഥികൾക്കായിട്ട് ഫൗണ്ടേഷൻ പ്ലസ് PCM എന്നുള്ള, അതാ ഫൗണ്ടേഷൻ പറയുമ്പോൾ NCERT SCERT ബേസിക്സ് ന്യൂസ് പേപ്പർ റീഡിംഗ് മുതൽ തുടങ്ങിയിട്ട് പ്രിലിംസ് കമ്പൈൻസ് സിലബസ് കവർ ചെയ്യുന്ന 2 വർഷത്തിലധികം വരുന്ന പ്രോഗ്രാം ഉണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്പറുമായിട്ട് നിങ്ങൾക്ക് അടിയുള്ള നമ്പറുമായിട്ടൊക്കെ എന്ത് ചെയ്യാം, ബന്ധപ്പെട്ട് തുടങ്ങാവുന്നതാണ്. ഇനി ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ IAS ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും സമയം കളയണ്ട, നാളത്തേക്ക് മാറ്റി വെക്കണം, ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹം മനസ്സിലുണ്ടോ, നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് മുതൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിൽ പിന്നെ നല്ല സീരിയസ് ആയിട്ട് തന്നെ, സീരിയസ് ആയെന്ന് പറയുമ്പോൾ സിലബസ് തന്നെ പഠിക്കണം. അതിന് കൂടെ NCERT നിർബന്ധമായിട്ടും വേണം. NCERT മുതൽ തുടങ്ങിയിട്ട് പത്രമാന തുടങ്ങിയിട്ട് സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ പഠനം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ഡൗട്ട് ഇപ്പോൾ വരാൻ സാധ്യതയുള്ളത്, 2024 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയാണ്. നമുക്ക് മുന്നേ 6 മാസം എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എൻ്റെ അറിവ് തന്നെ നേരിട്ട് അറിയുന്ന ആളുകളുണ്ട്. 6 മാസം കൊണ്ട് പഠിച്ച് സിവിൽ സർവീസ് നേടി IAS നേടിയ ആളുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പൊ 6 മാസം കൊണ്ട് നേടാൻ പറ്റും. പക്ഷെ 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ഒരാൾ പഠിക്കുന്ന കാര്യം നമ്മൾ 6 മാസം കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് എഫേർട്ട് നമ്മൾ കൂടുതൽ എടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി എടുക്കേണ്ടി വരും.
കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും, സ്മാർട്ടായിട്ട് പഠിക്കേണ്ടി വരും, കുറച്ച് ഉറക്കം കുറയ്ക്കേണ്ടി വരും, പഠനം കൂട്ടേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. എങ്കിലും 6 മാസമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം എപ്പോൾ മുതലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഡിഗ്രി മുതലാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, 3 വർഷം കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് കുറച്ച് റിലാക്സ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, റിലാക്സ് ആയിട്ട് 3 വർഷം കഴിഞ്ഞാലുള്ള എക്സാം. എന്തായാലും ഡിഗ്രി ഫസ്റ്റ് ഇയറിന് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം റിലാക്സ് ആയിട്ട് NCERT മുതൽ പത്രവായന മുതൽ സിലബസ് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നമുക്ക് വീക്കായിട്ടുള്ള ഏരിയകളൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയം കിട്ടിക്കൊണ്ട് പഠിക്കാൻ പറ്റും. ഇനി ഡിഗ്രിയോട് കൂടി കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും ഡിഗ്രി കഴിഞ്ഞ 1 വർഷം കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ബെസ്റ്റ് ടൈം. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന സമയമാണ്. ഇത് മുതൽ പഠിച്ചു തുടങ്ങിക്കോ, ശക്തമായിട്ട് അതിനുവേണ്ടി ആഗ്രഹിക്കുക, സ്വപ്നം കാണുക, നിങ്ങൾക്ക് കിട്ടും തീർച്ചയാണ്. നിങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, സ്വപ്നം കാണുക, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കുറിച്ചുള്ള ഒരു പൂർണ്ണ വിശ്വാസം. എനിക്ക് നേടുന്ന വിശ്വസിക്കുക, നേടുന്ന വിശ്വസിച്ച് നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾക്ക് നേടുന്നുള്ള കാര്യത്തിൽ എന്താണ് തീർച്ചയാണ്. അപ്പം ആഗ്രഹിക്കുന്ന ആളുകൾ ഒട്ടും വൈകണ്ട, ഇപ്പം മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞവർക്ക്, ഡിഗ്രി കൂടുതലുള്ളവർക്ക് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ഫീസിൽ വീട്ടിലിരുന്നുകൊണ്ടും ജോലിയുടെ കൂടെയും ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകളാണ്. നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് കൂടെ ജോലിയുടെ കൂടെ ഒരു ഇൻഡിവിജ്വൽ മെൻറ്റർ സഹായത്തോടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുക, നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതൊക്കെ അറിയാനായിട്ട് എന്ത് ചെയ്യുക, നമ്പറുമായിട്ട് ബന്ധപ്പെടുക, കൂടുതൽ വിവരങ്ങൾ അറിയുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം, ഒട്ടും ലേറ്റ് ആവണ്ട. അപ്പം മറ്റുള്ള ഇത്തരത്തിലുള്ള ഇനി പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്കുള്ള പല സംശയങ്ങളും ഇനി വരും ദിവസങ്ങൾ എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ചും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഡൗട്ട്സുകൾ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.